Assalamu alaikum and hello friends. എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസിയും ഡെലീഷ്യസുമായ സേമിയ പായസമാണ്. ഏതൊരു ആഘോഷങ്ങൾക്കും ബർത്ത്ഡേസിനും ഈദിനും പെട്ടെന്നൊരു വിരുന്നുകാർ വീട്ടിലെത്തുകയാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. ആദ്യം നമുക്ക് പാല് ചൂടാക്കണം. അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാലൊഴിക്കുമ്പോൾ അടിപിടിക്കാണ്ടിരിക്കാനാണ് കുറച്ച് നെയ്യ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ഇടാൻ പോകുന്നത്. നെയ്യ് ഈ പാനിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം പാലൊഴിക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാല്. ഇത് 6 പേർക്ക് ഒരു നേരത്തെ പായസമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാൽ ചൂടാവുന്നത് വരെ നമുക്ക് മറ്റ് പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നെയ്യ് ചൂടാക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ബദാം, കാഷ്യൂ ആൻഡ് ഡ്രൈ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആദ്യം ബദാമും പിന്നെ കാഷ്യൂ നട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ബദാം കാഷ്യൂ ഗോൾഡൻ കളർ ആയതിനു ശേഷം ഇതിലേക്ക് ഡ്രൈ ഗ്രേപ്സ് ചേർത്തി കൊടുക്കാം. ഡ്രൈ ഗ്രേപ്സ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ സേമിയം 1/2 കപ്പ്, ഇത് വളരെ നൈസായിട്ടുള്ള സേമിയമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം. ഇത് ഓൾറെഡി ഫ്രൈ ആയിട്ടുള്ള സേമിയമാണ്, എന്നാലും നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈഡ് സേമിയം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുകയാണെങ്കിലും ഇതുപോലെ നെയ്യുമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിന് നല്ലൊരു അരോമയാണ് കിട്ടുക. ഈ സേമിയ പായസം സ്വീറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യാനൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഈ റെസിപ്പി വീട്ടിലുണ്ടാക്കി കഴിക്കാറുണ്ട്. ഇതുപോലെ സേമിയം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല ഒരു അരോമ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്ന പാല് ഇതിലേക്ക് ഒഴിക്കാം. സൂക്ഷിച്ച് ഒഴിക്കണം. എന്താ വെച്ചാൽ പാലും ചൂടുണ്ട്, പിന്നെ സേമിയത്തിൻ്റെ ഈ പാന് നല്ല ചൂടുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം പാലൊഴിക്കാൻ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ ഒന്ന് വേവുന്നത് വരെ 3 ഏലയ്ക്ക നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് 3 ഏലയ്ക്ക ഇതുപോലൊരു ക്രഷറിൽ ക്രഷ് ചെയ്തെടുക്കാം. ഏലയ്ക്ക പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലുള്ള തൊലി വേണ്ട, നമുക്ക് ഈ കുരുവിൻ്റെ പൗഡർ മാത്രം മതി. ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. സേമിയ പായസം ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പായസത്തിൻ്റെ രുചി ഒന്നും കൂടി കൂട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അമൂലിൻ്റെ മിൽക്ക് മെയ്ഡാണ്. 4-5 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് പായസത്തിന് നല്ലൊരു ക്രീമി ടെക്സ്ചറും നല്ലൊരു ടേസ്റ്റും കൊടുക്കും. സേമിയ പായസം ഒരുപാട് കട്ടിയില്ലാതെ ഇതുപോലൊരു പോറിംഗ് കൺസിസ്റ്റൻസിയിൽ വേണം പ്രിപ്പയർ ചെയ്തെടുക്കാൻ. പഞ്ചസാരയും മിൽക്ക് മെയ്ഡുമായി 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ബോയിലും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല രുചികരമായ സേമിയ പായസം റെഡിയായിട്ടുണ്ട്. ചൂടോടെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഗസ്റ്റിനും ഏതൊരു ഒക്കേഷനും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സേമിയ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.